ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ മാമിയുടെ മോനും മാമിയൊക്കെ ഇന്ന് വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വാഴയ്ക്കപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുണ്ടാക്കിയപ്പോൾ ഉമ്മായും അനിയത്തിയും കൂടെ പോയി ഉണ്ണിയപ്പവും മോദകവും ഒക്കെ കടയിൽ പോയി മേടിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് ഇതാ അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കായും വന്നു. പിന്നെ അവർ കുറേ നേരം ഗൾഫിലെ വിശേഷങ്ങളൊക്കെ സൊറയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് രാത്രിയായപ്പോൾ ഞാൻ കുറച്ച് മൈലാഞ്ചി ഇടാനൊക്കെ പ്ലാൻ ഇട്ടു. നബിദിനത്തിൻ്റെ തലേന്നാണ്. അപ്പോൾ പ്രോഗ്രാം കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അടിപൊളിയായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ലൈറ്റിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ ഇറങ്ങി പള്ളിയൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോണത് വേറെ എവിടെയില്ല, മടവൂരോട്ട് പോവുകയാണ്. ഉമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് ചോറ് കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അതാ കണ്ടില്ലേ സദ്യ. അപ്പുറത്തെ വീട്ടിൽ ഇന്ന് ഓണായിരുന്നു. പിന്നെ അവിടെ നിന്ന് കറികളെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരുമല്ലോ. അങ്ങനെ സദ്യ കഴിക്കുകയാണ്. നല്ല ചോറും സാമ്പാറും തോരനും അവിയലും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് 2 ദിവസം മുന്നേ ഓണം തുടങ്ങിയെന്ന് തന്നെ പറയാം. അങ്ങനെ സദ്യയൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വാരി വലിച്ച് കഴിച്ചു. സമയം 2:42. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു. എണീച്ച വേറൊന്നിനുമല്ല, അനിയൻ വരവെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിക്കാൻ വേണ്ടി നമ്മളിതാ പാരിപ്പള്ളിയിലോട്ട് പോവുകയാണ്. അങ്ങനെ അവൻ വന്നു. അവൻ ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.